നമസ്കാരം. പിണറായിയുടെ മകൾ ജയിലിലാകാൻ സാധ്യത ഏറെയാണ്. സെക്ഷൻ 447 ചുമത്തിയതിനാൽ അറസ്റ്റ് ചെയ്താൽ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വകുപ്പ് ചുമത്തി വീണ വിജയനെതിരെ കുറ്റപത്രം നൽകുവാനുള്ള തീരുമാനം കേന്ദ്ര കമ്പനികാര്യ വകുപ്പ് എടുത്തത് 2 ആഴ്ചയ്ക്ക് മുൻപാണ്. ഡൽഹി ഹൈക്കോടതി അവിടെ സ്റ്റേ ആവശ്യം തള്ളിയതോടുകൂടി ഈ ഉത്തരവ് പുറത്തു വരികയും ചെയ്തു. പിന്നാലെയാണ് ചാർജ് ഷീറ്റും എത്തിയത്. ഇനി എന്തും സംഭവിക്കാവുന്ന ദിവസങ്ങളാണ്. എപ്പോൾ വേണോ അറസ്റ്റ് ഉണ്ടാകാം. എക്സാലോജിക്ക് CMRL മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ SFIO അറസ്റ്റ് ചെയ്താൽ ദീർഘകാലം ജയിൽ കിടക്കേണ്ടി വരുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധരടക്കം പറയുന്നത്. 6 മാസം മുതൽ 10 വർഷം വരെ ശിക്ഷയുള്ള സെക്ഷൻ 447 വീണയ്ക്കെതിരെ ചുമത്തിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അത് ജാമ്യമില്ലാ കുറ്റമാണ് ഇത്. അങ്ങനെ സാധാരണഗതിയിൽ ഈ വകുപ്പുകളിൽ അറസ്റ്റിലായവർക്കൊന്നും മുൻകൂർ ജാമ്യം കിട്ടാറില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമേ അത്തരത്തിലൊരു പരിഗണന നൽകേണ്ടതുള്ളൂ. പ്രായപൂർത്തിയായ സ്ത്രീയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടേണ്ട സാഹചര്യവും അതിനോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ കേസിൽ വീണയെ അറസ്റ്റ് ചെയ്യാൻ SFIO തീരുമാനിച്ചാൽ അത് തൈക്കണ്ടിയിൽ കുടുംബത്തിന് വലിയ പ്രതിസന്ധിയായി മാറുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ അതിനിടെ വീണ വിജയനെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി നൽകാൻ 2 ആഴ്ച മുമ്പ് തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഉത്തരവും അന്ന് തയ്യാറാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹി കോടതിയിലെ നടപടികളോട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അന്തിമമായിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തു. SFIO അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ CMRL ഹർജി നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഹർജിയിൽ നടപടിക്രമങ്ങൾ നീണ്ടുപോയി. അപ്പോൾ ഇതിനൊപ്പം കേസ് പരിഗണിച്ചപ്പോൾ കേസിൽ അന്തിമ റിപ്പോർട്ട് കോടതി തീരുമാനം വന്ന ശേഷമേ പാടുള്ളൂ എന്ന വാക്കാലുള്ള ഒരു നിർദ്ദേശം, ആ വാക്കാലുള്ള നിർദ്ദേശം SFIOയ്ക്ക് ഹൈക്കോടതി ജഡ്ജി നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ജഡ്ജിക്ക് ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറ്റം കിട്ടിയതും നടപടികളെ സാരമായി ബാധിച്ചു. അലഹബാദിലേക്ക് ജഡ്ജി സ്ഥലം മാറിപ്പോയതോടെ വാദം പൂർത്തിയായ കേസ് മറ്റൊരു ജഡ്ജിക്ക് മുൻപിലെത്തി. ഇതോടെ വീണ്ടും വാദം കേൾക്കേണ്ട സ്ഥിതി വന്നു എന്നുള്ളതും വസ്തുതയാണ്. ജൂലൈയിലേക്ക് കേസ് മാറ്റിവെക്കുന്നു. അതുവരെ കേസ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു CMRLൻ്റെ ആവശ്യം എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് കോടതി തള്ളുകയായിരുന്നു. നടപടികൾ തുടരാമെന്നും നിർദ്ദേശിക്കുന്നു. ഇതോടുകൂടിയാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാവുന്ന സാഹചര്യം ഈ കേസിലുണ്ടായത്. അപ്പോൾ ഇതിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അപ്പോൾ തന്നെ തെളിഞ്ഞത് കേസിൽ വീണ വിജയൻ്റെ അറസ്റ്റിനുള്ള സാധ്യതയാണ്. കേസിലെ എല്ലാ പ്രതികളും അറസ്റ്റ് ഭീഷണിയിലാണ് എന്നതാണ് ഇതിൻ്റെ വസ്തുത എന്ന് പറയപ്പെടുന്നത്. കുറ്റപത്രം നൽകിയാലും അറസ്റ്റിന് നിയമപരമായ തടസ്സമൊന്നും ഈ കേസിൽ ഇല്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കുറ്റപത്രം നൽകിയാൽ അത് റദ്ദാക്കണമെന്ന ഒരു ആവശ്യവുമായിട്ട് വീണ വിജയൻ കോടതിയെ സമീപിക്കാനും സാധ്യത ഏറെ ഉണ്ട് താനും. കോളിളക്കം സൃഷ്ടിച്ച CMRL മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ, അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ SFIOയുടെ കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു. സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിനാണ് വീണക്കും CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്താക്കും എക്സാലോജിക്കിനും CMRLനും സഹോദര സ്ഥാപനങ്ങൾക്കുമെതിരെ കമ്പനികാര്യ ചട്ടം 447 വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു വകുപ്പാണ് ഇത്. വെട്ടിപ്പ് നടത്തിയ തുകയോ അതിൻ്റെ 3 ഇരട്ടിയോ പിഴയായും ചുമത്തിയേക്കാം. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കും. വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും. ഇതിനു മുൻപ് വേണമെങ്കിൽ അറസ്റ്റും ചെയ്യാം. എക്സാലോജിക്ക് MD ആയ വീണ വിജയന് പുറമെ CMRL MD ശശിധരൻ കർത്ത, ജോയിൻ്റ് MD ആയിട്ടുള്ള ശരൺ കർത്ത, CMRLൻ്റെ CGM ആയിട്ടുള്ള ഫിനാൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന P സുരേഷ് കുമാർ, CFO ആയിട്ടുള്ള K സുരേഷ് കുമാർ, CMRLൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാരായിട്ടുള്ള KS സംഗീത് കുമാർ, AK മുരളീകൃഷ്ണൻ എന്നിവരെ അടക്കം പ്രതി ചേർത്തിട്ടുണ്ട്. ശശിധരൻ കർത്തായ്ക്കും CMRL ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ കമ്പനികാര്യ ചട്ടം 447 പുറമെ കൂടുതൽ വകുപ്പുകൾ കൂടി ഇതിനകത്ത് ചുമത്തിയിട്ടുണ്ട്. SFIOയുടെ 166 പേജുള്ള കുറ്റപത്രത്തിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണുള്ളത്. കള്ളപ്പണക്കേസ് കള്ളക്കണക്കുമുണ്ടാക്കി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് CMRL നൽകിയത് 182 കോടിയാണ് എന്നാണ്
കുറ്റപത്രത്തിലടക്കം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ആർക്കൊക്കെയാണ് ഈ പണം നൽകിയത് എന്നുള്ള വിവരം കുറ്റപത്രത്തിൽ ഇല്ലതാനും. വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കുമായിട്ട് കരാറുണ്ടാക്കി 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 1.72 കോടി രൂപ CMRL നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത്. ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിൽ വീണക്കും ഒപ്പം തന്നെ എക്സാലോജിക്കിനും കിട്ടിയത് 2.70 കോടി രൂപയാണ് എന്നതാണ് SFIയുടെ കണ്ടെത്തൽ. CMRL നിന്നും എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് എന്ന് പറയപ്പെടുന്ന കമ്പനിയിൽ നിന്നുമാണ് അപ്പോൾ ഈ പണം ഇവർ കൈപ്പറ്റിയത് എന്നുള്ളതാണ്. ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ. ശശിധരൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ് പണിക്കർക്ക് അനധികൃതമായിട്ട് 13 കോടി രൂപ കമ്മീഷൻ നൽകി. നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴിയാണ് ഈ വെട്ടിപ്പ് നടത്തിയത്. അപ്പോൾ ഈ 2 കമ്പനികളുടെയും ഡയറക്ടർമാർ ശശിധരൻ കർത്തായുടെ കുടുംബാംഗങ്ങളാണ്. കേസിൽ വീണ വിജയൻ്റെ മൊഴി നേരത്തെ എടുത്തതാണ്. ചെന്നൈയിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ഹാജരായാണ് വീണ അന്ന് മൊഴി നൽകിയത്. ചെന്നൈയിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദിന് മുമ്പിലാണ് അന്ന് മൊഴി നൽകിയത്. ഒക്ടോബറിലായിരുന്നു ഇത് സംഭവിച്ചത്, 2024. 8 മാസമാണ് അന്വേഷണം പൂർത്തിയാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇതിന് നൽകിയത്. ആ സമയപരിധി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് വീണ വിജയനിലേക്ക് നേരിട്ട് അന്വേഷണം എത്തുന്നത്. സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ SFIയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു. മാസപ്പടി കേസിൽ തനിക്ക് ബന്ധമില്ലെന്നായിരുന്നു വീണയുടെ നിലപാട് അന്ന്. താൻ IT പ്രൊഫഷണൽ മാത്രമാണ് എന്നും രാഷ്ട്രീയ പാർട്ടികളുമായി തനിക്ക് ബന്ധമില്ല എന്നും അവർ അതിനകത്ത് പറഞ്ഞിരുന്നു. വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ CMRLും തമ്മിലുള്ള ഇടപാടിനെക്കുറിച്ച് 2024 ജനുവരിയിലാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത്. SFIക്കായിരുന്നു അന്ന് അന്വേഷണ ചുമതല. അഡീഷണൽ ഡയറക്ടർമാരായിട്ടുള്ള പ്രസാദ് അഡല്ലിയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരുന്നത്. ഇവരെ ഈ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള അരുൺ പ്രസാദിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി അന്ന് നിശ്ചയിച്ചിരുന്നു. കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടേൽസ് കമ്പനി, അതായത് CMRL, ആ CMRL എന്ന് പറയപ്പെടുന്ന സ്വകാര്യ കമ്പനി വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്നുള്ള ഇൻട്രിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത്. CMRL നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് 1.72 കോടി രൂപ കൈപ്പറ്റി എന്നായിരുന്നു അന്നത്തെ ആദ്യ കണ്ടെത്തൽ എന്ന് പറയപ്പെടുന്നത്. അത് ഇത് വീണ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയെയും ഒക്കെ ഒരുപോലെ വെട്ടിലാക്കുന്ന നടപടിയായിരുന്നു. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിലാണ് CMRL വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് എന്നും ഇൻട്രിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലുണ്ടായിരുന്നു. ആ കണ്ടെത്തലുകളൊക്കെ പാടെ തകിടം മറിക്കുന്നതായിരുന്നു ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള SFIയുടെ വിവരങ്ങൾ. 2.70 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട് നൽകാത്ത സേവനത്തിന്. എന്തായാലും പിണറായിയുടെ മകൾ ജയിലിലാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കോടതി കൂടി കാലാവധി നീട്ടിവെക്കണമെന്ന ഹർജി തള്ളിയ സാഹചര്യത്തിൽ പിണറായിയുടെ മകൾ ജയിലിലാകാനുള്ള സാധ്യത ഏറെയാണ്.